അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കില്ല. പോലീസ് റിപ്പോർട്ട് വൈകുന്നതിനാലാണ് നടപടി. ഹരി മോഹൻ വിവരങ്ങളുമായി. ഹരി, ഇപ്പോൾ രാഹുൽ ഈശ്വർ ദിവസങ്ങളായി ജയിലിലാണ്. അത് ഇനിയും തുടരും, തിങ്കളാഴ്ച വരെയെങ്കിലും എന്നുള്ള സൂചനകളാണോ? സ്മൃതി, തീർച്ചയായിട്ടും തിങ്കളാഴ്ച വരെ എന്തായാലും ജയിലിൽ തുടരേണ്ടി വരും രാഹുൽ ഈശ്വറിന്. കാരണം ഇന്ന് സെഷൻസ് കോടതിയിൽ നൽകിയിട്ടുള്ള ജാമ്യാപേക്ഷ പരിഗണിക്കാൻ കോടതി എടുക്കുന്ന സമയത്ത് പോലീസ് പറഞ്ഞത് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോലീസ് റിപ്പോർട്ട് അന്തിമമായി തയ്യാറായിട്ടില്ല. അത് തയ്യാറാകുന്ന സമയം വരെ അത് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് മാറ്റിവെക്കണമെന്നുള്ള ആവശ്യം പ്രോസിക്യൂഷൻ വഴി പോലീസ് മുന്നോട്ട് വെച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തിങ്കളാഴ്ചത്തേക്ക്, അതായത് 15-ാം തീയതിയിലേക്ക് ജാമ്യാപേക്ഷ മാറ്റിവെച്ചിട്ടുണ്ട്. അതുവരെ രാഹുൽ ഈശ്വറിന് റിമാൻഡിൽ തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ തുടരേണ്ടി വരും എന്നുള്ളതാണ്. കുറേ ദിവസങ്ങളായി രാഹുൽ ഈശ്വർ ജയിലിൽ തുടരുകയാണ്. പക്ഷേ ആദ്യഘട്ടത്തിൽ തന്നെ ജാമ്യം ലഭിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടായിട്ട് പോലും രാഹുൽ ഈശ്വറിന് അത് ലഭിക്കാതിരുന്നതിന്റെ പ്രധാന കാരണം അന്വേഷണത്തോടുള്ള നിസ്സഹകരണമാണ്. ഒരു തരത്തിലും അന്വേഷണത്തോട് സഹകരിക്കാതെയാണ് രാഹുൽ ഈശ്വറിന്റെ പെരുമാറ്റം എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിരുന്നത്. അതായത് നിരാഹാര സമരത്തിലേക്ക് രാഹുൽ ഈശ്വർ പോകുന്നു. തുടർന്ന് ആരോഗ്യാവസ്ഥ മോശമാകുന്നു. അതേ തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി രാഹുൽ ഈശ്വർ തുറന്നു പോകുന്നത്. ആ കാര്യം പ്രോസിക്യൂഷൻ കോടതിയിൽ സൂചിപ്പിച്ചതിനെ തുടർന്നാണ് ആദ്യം സമർപ്പിച്ച ജാമ്യാപേക്ഷ, അതായത് അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച ജാമ്യാപേക്ഷ അന്ന് കോടതി തള്ളിയത്. അതായത് ഇത് തെറ്റായ പ്രവണതയാണ്, അല്ലെങ്കിൽ തെറ്റായ ഒരു കീഴ്വഴക്കമാകും ഇത്തരത്തിൽ ജാമ്യം അനുവദിച്ചാൽ. എല്ലാ പ്രതികളും ഇത്തരത്തിലുള്ള തന്ത്രങ്ങൾ പ്രയോഗിക്കും. നിരാഹാര സമരം അടക്കമുള്ള കാര്യങ്ങൾ പ്രതികൾ ഇങ്ങനെ ജയിലിൽ വെച്ച് തുറന്നു പോന്നു കഴിഞ്ഞാൽ അത് അന്വേഷണത്തെ വലിയ രീതിയിൽ ബാധിക്കും. പ്രത്യേകിച്ച് ആദ്യഘട്ട അന്വേഷണം എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ പ്രാരംഭഘട്ട അന്വേഷണം എന്നുള്ള നിലയിൽ മുന്നോട്ട് പോകേണ്ട ഒരു ഘട്ടത്തിൽ രാഹുൽ ഈശ്വർ നിസ്സഹകരണം പ്രഖ്യാപിക്കുന്നത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്നുള്ളതാണ് കോടതി ചൂണ്ടിക്കാണിച്ചത്. മാത്രമല്ല രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിൽ വേണ്ടതുണ്ട് എന്നുള്ള പ്രോസിക്യൂഷന്റെ ആവശ്യപ്രകാരമായിരുന്നു ഇന്നലെ ഉച്ചയ്ക്ക് മുതൽ ഇന്ന് 11 മണി വരെ കസ്റ്റഡിയിൽ വിട്ടത്. ആ കസ്റ്റഡി കാലാവധി പൂർത്തിയായി തിരിച്ച് രാഹുൽ ഈശ്വറിനെ വീണ്ടും ജയിലിലേക്ക് കൊണ്ടുപോയിട്ടുമുണ്ട്. സ്മൃതി. ശരി, ഹരി മോഹനാണ് വിവരങ്ങൾ നൽകിയത്.